കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ സീറ്റിനായി UDF-ൽ പിടിവലി. സീറ്റ് വേണമെന്ന് കോൺഗ്രസ് ഉറച്ചു നിൽക്കുമ്പോൾ വിട്ടു നൽകില്ല എന്ന നിലപാടിൽ കേരള കോൺഗ്രസ്. ഏറ്റുമാനൂർ സ്ഥാനാർത്ഥിയാകാൻ ഇരു പാർട്ടികളിൽ നിന്നും നിരവധി നേതാക്കളും തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞുവെന്നാണ് ടോബി റിപ്പോർട്ട് ചെയ്യുന്ന കോട്ടയത്ത് നിന്ന്. ടോബി ജോൺസൺ ചേരുന്നു. ഗുഡ് മോർണിംഗ് ടോബി. അവിടെ അടിപിടി തുടങ്ങിയ? ഗുഡ് മോർണിംഗ് എസ്കെൻ. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു മണ്ഡലമായി ഏറ്റുമാനൂർ മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതും UDF-ൽ. കാരണം മന്ത്രിക്കെതിരെയാണ് മത്സരിക്കേണ്ടത്. നിലവിൽ മന്ത്രി VN വാസവന്റെ മണ്ഡലമാണ്. അവിടെ നേതാക്കളുടെ ഒരു നീണ്ട നിര തന്നെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതാ പട്ടികയിലുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് ആണോ കേരള കോൺഗ്രസ് ആണോ മത്സരിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം ഈ സീറ്റ് ഏറ്റെടുക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് നടത്തുന്നുണ്ട്. എന്നാൽ വിട്ടു നൽകാൻ തയ്യാറല്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസ് നിൽക്കുന്നത്. എന്തായാലും സാധ്യതാ പട്ടിക, ഇതിൽ സ്ഥാനാർത്ഥികളാകാൻ വേണ്ടി രണ്ട് പാർട്ടികളിലുമുള്ള ആളുകൾ ഇതിനോടകം തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരെന്ന് പറയുന്നത് DCC പ്രസിഡന്റിന്റെ പേര് തന്നെയാണ്. നാട്ടകം സുരേഷിന്റെ പേരാണ് പ്രധാനമായിട്ടും പറഞ്ഞു കേൾക്കുന്നത്. അതുപോലെ തന്നെ കുമരകം ഡിവിഷനിൽ CPM-ന്റെ കോട്ടയിൽ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ അട്ടിമറി വിജയം നേടിയ വൈശാഖ് PK-യുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒപ്പം തന്നെ G ഗോപകുമാർ വൈസ് പ്രസിഡന്റാണ് കോൺഗ്രസിന്റെ. ഈ മൂന്ന് പേരുടെ പേരാണ് സജീവമായിട്ട് പറഞ്ഞു കേൾക്കുന്നത്. അതിൽ വൈശാഖിന്റെ പേരൊക്കെ കൂടുതൽ സാധ്യതയിലേക്ക് വരുന്നുണ്ട്. ഒരു യുവനേതാവിനെ രംഗത്തിറക്കണമെന്നുള്ള നിലയിൽ ആവശ്യം ശക്തമായിട്ട് ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിലേക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ജോസഫ് പ്രധാനമായിട്ടും മത്സര രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെ ജോസ്മോൻ മുണ്ടയ്ക്കൽ സ്ഥാനാർത്ഥി സാധ്യതയിൽ പ്രധാന ഒരു വ്യക്തിയാണ്. കാരണം ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കാൻ സാധ്യതയുള്ള, ഒരു വർഷം ധാരണ പ്രകാരം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ബ്ലോക്കിലേക്ക് ജയിച്ച റോസമ്മ സോണി ഒരു പ്രൊഫസറാണ്. അപ്പോൾ ഇവരുടെയൊക്കെ പേരുകൾ രണ്ട് മുന്നണികളിലും രണ്ട് പാർട്ടികളിലും സജീവ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആരാണ് ഈ സീറ്റ് ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ഇരു പാർട്ടികളും തമ്മിൽ നടക്കുന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ സീറ്റ് ചർച്ചകൾ ഉഭയകക്ഷി ചർച്ചയിൽ ഏറ്റവും പ്രധാനമായ ചർച്ചയായി മാറാൻ പോകുന്നതും ഈ ഏറ്റുമാനൂർ സീറ്റായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറുവശത്ത് LDF-ൽ VN വാസവൻ തന്നെ ഒരു തവണ കൂടി മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.